ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഒരു BMW X1 ആണ്. ഈ വാഹനത്തിൽ ഡ്രൈവ് ട്രെയിൻ ചെക്ക് സൂൺ എന്നും പറഞ്ഞിട്ടുള്ള ഒരു വാണിംഗ് ഉണ്ട്. അതേമാതിരി തന്നെ ഈ വാഹനത്തിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്ത സമയത്ത് എഞ്ചിനിൽ കുറേയധികം ഫോൾട്ട് ഉണ്ട്. അതേമാതിരി തന്നെ ട്രാൻസ്മിഷനിലും കുറേ ഫോൾട്ട് ഉണ്ട്. എന്നാൽ നമ്മൾ ഈ വാഹനത്തിലെ ഫോൾട്ടുകൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ട്രാൻസ്മിഷനിലെ ഫോൾട്ട് മാത്രം ഇറേസ് ആവുന്നില്ല, അതേമാതിരി തന്നെ ഡിലീറ്റ് ആവുന്നില്ല. അതിൻ്റെ അകത്തുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഓയിൽ എക്സീഡഡ് എന്ന് പറഞ്ഞിട്ടാണ് വാണിംഗ് കാണിക്കുന്നത്. നമ്മൾ ഈ എഞ്ചിനിലുള്ള DTCക്ക് നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടാണ് എഞ്ചിനിൽ ആ ഒരു DTC വന്നിട്ടുണ്ടായിരുന്നത്. കാരണം സ്റ്റാർട്ടിങ് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അത് ബാറ്ററിയുടെ പ്രശ്നം കൊണ്ടാണ്. എന്നാൽ ഈ ട്രാൻസ്മിഷൻ്റെ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ട്രാൻസ്മിഷൻ്റെ ഓയിൽ മാറണോ അതോ മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ചെയ്യുന്നത് എന്നും പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിലിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ വാണിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ട്രാൻസ്മിഷൻ്റെ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നില്ല. നമ്മൾ ഫില്ലർ നട്ട് മുകളിലും താഴെയുള്ള ഡ്രെയിൻ നട്ട് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ട്രാൻസ്മിഷൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 4.2 ലിറ്റർ ട്രാൻസ്മിഷൻ ഓയിലാണ് നമ്മളിപ്പം ഫില്ല് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ മാക്സിമം ലെവൽ കപ്പാസിറ്റി അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലെവൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ലെവൽ നട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് കാണാം. ട്രാൻസ്മിഷൻ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്മിഷൻ വാല്യൂ ഓഫ് ദ ട്രാൻസ്മിഷൻ ഓയിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് നിങ്ങൾ പ്രോപ്പറായിട്ട് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ആ പ്രോപ്പർ പ്രൊസീജിയറാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് കാണാം. എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ട്രാൻസ്മിഷൻ ഓയിൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഒരിക്കലും ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതേമാതിരി തന്നെ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓയിൽ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പാർക്കിംഗ് ബ്രേക്കിലായിരിക്കണം. അതേമാതിരി തന്നെ ന്യൂട്രലായിരിക്കണം വാഹനം. നമ്മൾ ബ്രേക്ക് പ്രസ്സും ചെയ്തിരിക്കണം. ഇതൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലോ, നോട്ട് ഫുൾഫിൽഡ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പാർക്കിംഗ് ബ്രേക്ക് ഇട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പാർക്കിംഗ് ബ്രേക്ക് വിട്ടു. വാഹനം ന്യൂട്രലും കൂടി ആക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം കണ്ടല്ലോ, ഇപ്പോഴും ഞാൻ ട്രൈ ചെയ്തു, ആയിട്ടില്ല. അപ്പോൾ ആവാത്തതിൻ്റെ കാര്യം എന്താണെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഇത് കണ്ടല്ലോ, ഗിയർ ന്യൂട്രലല്ല. ഇനി നമ്മൾ ന്യൂട്രലാക്കണം. ഈ പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒറ്റയടിക്ക് തന്നെ കൺഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കണ്ടല്ലോ, ഇപ്പോഴും ആയിട്ടില്ല. അതിൻ്റെ കാര്യം എന്താണെന്നുള്ളതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, 3 പ്രൊസീജിയറും ചെയ്യാതെ നിങ്ങൾക്കൊരിക്കലും ഈ ട്രാൻസ്മിഷൻ ഓയിൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പം കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്കും റീസെറ്റ് ആയത് കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഗിയർ ന്യൂട്രലായിരിക്കണം, ബ്രേക്ക് ഫുള്ളായിട്ട് പ്രസ് ചെയ്തിരിക്കണം, അതേമാതിരി തന്നെ പാർക്കിംഗ് ബ്രേക്കും ഇട്ടിരിക്കണം. അപ്പോൾ അതിനുശേഷം റീസെറ്റ് പ്രോപ്പറായിട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ക്ലിയർ ചെയ്തു. അതിനുശേഷം ഫോൾട്ടോ കാര്യമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ വണ്ടിപ്പണിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.